ഒന്നതാണ്. അത് പോട്ട് സാരമില്ല, അതൊന്നും പിണറായിക്ക് പൂർണ്ണ ഉത്തരവാദിത്വമൊന്നുമില്ല അതിൽ ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. എന്നോട് കൊടിയേരി തന്നെ പറഞ്ഞു, സഖാവ് പേര് പറഞ്ഞല്ലായിരുന്നെങ്കിൽ ഈ ചിത്തരഞ്ജൻ്റെ പിന്നെ സഖാവിൻ്റെ ഒന്നും ഞങ്ങൾ പരിശോധിക്കാതെ എടുക്കത്തില്ല. സഖാവ് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ തെറ്റൊന്നുമില്ല, ജയിച്ചല്ലോ. അവരിൽ നിന്നല്ല ചിത്തരഞ്ജൻ പരാതിയൊന്നും അയച്ചല്ലോ. ചിത്തരഞ്ജന മുനിസിപ്പാലിറ്റി 900 കുറവായിരുന്നല്ലോ, അത് പരാതി കൊടുത്തില്ലല്ലോ. ഇവിടെ 6200 കൂടുതലായിരുന്നല്ലോ ഈ എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ, ഈ വാർഡുകൾ. ആ പരാതി എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവരും ജനങ്ങൾ വിശ്വസിച്ചില്ല. നിങ്ങൾ പറയുന്ന പോലെ ജനങ്ങൾ ഞാൻ ചെയ്ത സത്യസന്ധമായ പ്രവർത്തനത്തെയാണ് വിലയിരുത്തിയത്. ജനങ്ങൾക്ക് അങ്ങനെ യാതൊരു അനുഭവം ഒരാളോട് ഞാൻ പോയി പറയത്തില്ലല്ലോ വോട്ട് ചെയ്തെന്ന് ഞാൻ പറയൂ. അതൊന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. അത് സാരമില്ല, കഴിഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞതും ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലപ്പുഴയിൽ വന്ന 1975 അടിയന്തരാവസ്ഥ കാലം മുതൽ ഈ 2024, 25, 45, 49 വർഷവും എൻ്റെ അനുഭവത്തിൽ അദ്ദേഹം ഒരു കാലത്തും നമ്മളോടൊന്നും പറഞ്ഞിട്ട് കറന്ന് ചെയ്തിട്ടില്ല. വ്യക്തിപരമായ ബന്ധം മാത്രമല്ല, ഒരു കാര്യം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അനുസരിച്ച് ചെയ്തിട്ടുണ്ട്. നാളെയും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് വ്യത്യാസമെന്ന് ഞാൻ പറയട്ടെ, ഈ തരത്തിലൊക്കെയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വന്നു, ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അത് ആ സമുദായത്തിന് ഗുണമുണ്ടായില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ ചർച്ച ചെയ്ത് പരിഹാരം കാണേണ്ട കാര്യമാണ്. വെള്ളാപ്പള്ളി നടേശനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്താൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല. അദ്ദേഹം ആൻറ്റി കമ്മ്യൂണിസ്റ്റ് അല്ല. പക്ഷേ ഒരു മാനസികമായൊരു വിടവ് വന്നിട്ടുണ്ടല്ലോ. അല്ല, അതൊക്കെ സംസാരിക്കുമ്പോൾ തീരുമാനം. മാനസികമായി വിടവൊന്നും അദ്ദേഹത്തിനുള്ളതായിട്ട് തോന്നിയില്ല. അദ്ദേഹത്തിന് സമുദായത്തിൻ്റെ താല്പര്യം അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. വോട്ട് ബാങ്കായി മാത്രം ഞങ്ങളെ ഉപയോഗിക്കുന്നത് എന്നൊരു കാഴ്ചപ്പാടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് സ്വാധീനിക്കുന്ന കുറച്ചധികം ആളുണ്ടാവുമല്ലോ. അപ്പോൾ വോട്ട് ബാങ്കല്ല. ഇവിടുത്തെ പുന്നപ്ര വയലാറടക്കം കുട്ടനാടൻ കർഷകശ്രമം നടത്തിയതിൻ്റെ മുന്നിൽ ഈഴപരാധിയായ പിന്നോക്ക സമുദായങ്ങളാണ്. അവരാണത് നടത്തിയത്. മുന്നോക്ക സമുദായങ്ങളൊന്നും അതിൽ പങ്കെടുത്തിട്ടില്ല. അതിൽ നിന്നല്ല കേഡർമാർ നേതാവ് കാണും, അതല്ലാതെ ആ സമുദായ അംഗങ്ങൾ പങ്കെടുത്തിട്ടില്ല. ഇല്ല. അതാണ് ആലപ്പുഴയിലെ പാർട്ടിയുടെ ചരിത്രം. ഈഴപരാധിയായ പിന്നോക്ക പട്ടികജാതിക്കാരനകത്ത് വരും സമുദായങ്ങളുടെ ചോരയും വിയർപ്പും കൊണ്ട് കെട്ടിപ്പടുത്ത മഹത്തായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം അഭിമാനിക്കുന്നു. എന്നാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി അംഗീകാരം തരണം എന്നാണ് പറയുന്നത്. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടി പറയാം. അവരിൽ നിന്നുള്ള അറ്റാക്കിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഔദ്യോഗിക വിങ്ങ് മാത്രം പോരാ. ഇന്നത്തെ പോലെ തന്നെ ഇടതുപക്ഷ ഹാൻഡിലുകൾ ഒത്തിരി വേണം. ഒത്തിരി പേര് പോരാളികളായിട്ട് സ്വയം ഇറങ്ങണം. പക്ഷെ ചില അനഭിലഷണീയ പ്രവണതകളുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു പക്ഷമില്ലാത്ത ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് യുവജനങ്ങൾ തുടങ്ങിയവരൊക്കെ. അതാണ് ടാർഗറ്റ് ഗ്രൂപ്പ് വരുന്നത്. അവരെയൊക്കെ അകറ്റുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളും ശൈലികളും വെല്ലുവിളികളും ഇതെല്ലാം അത് നമ്മൾ എന്തിനാണോ സോഷ്യൽ മീഡിയ ഇടപെടുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. നമസ്കാരം, വയൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിലെ കൂറ്റൻ തോൽവിക്ക് പിന്നാലെ പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടുകയാണോ? എന്തുകൊണ്ട് തോറ്റു എന്ന് അണികളോട് പറയാനുള്ള കാരണം പാർട്ടി നേതൃയോഗങ്ങൾ AKG സെന്ററിലിരുന്ന് ചികയുമ്പോൾ മുതിർന്ന നേതാക്കളായ തോമസ് ഐസക്കും G സുധാകരനും പാർട്ടിയുടെ വീഴ്ചകൾ തുറന്നു പറയുകയാണ്. ഭരണത്തിലെ പോരായ്മയും ആരോപണങ്ങളും അടിസ്ഥാന വർഗ വോട്ടുകൾ ചോർന്നതും ഐസക് ഉന്നയിക്കുമ്പോൾ കടുത്ത പരാമർശങ്ങളാണ് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ G സുധാകരൻ ഉന്നയിച്ചത്. BJPയിലേക്ക് വോട്ടുകൾ ഒഴുകിയത് പാർട്ടിക്ക് മനസ്സിലായോ എന്ന ചോദ്യമാണ് സുധാകരന്റെ വാക്കുകളിൽ. കേരളത്തിൽ BJP ഒന്നുമല്ലെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കിയത് തിരിച്ചടിച്ചെന്ന് സുധാകരൻ. സാമൂഹ്യ മാധ്യമങ്ങളിലെ സൈബർ സഖാക്കൾ ആരെയാണ് അഡ്രസ് ചെയ്തതെന്ന ഐസക്കിന്റെ ചോദ്യം എന്തിനേയും ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നേരെ കൂടി ആവുകയാണോ? അമ്പലപ്പുഴയിൽ പാർട്ടി സ്ഥാനാർത്ഥി ജയിച്ചിട്ടും തനിക്കെതിരെ വാളെടുത്ത എളമരം കരീം 1.5 ലക്ഷം വോട്ടിന് തോറ്റത് അന്വേഷിക്കണമെന്നല്ലേ സുധാകരന്റെ ചോദ്യവും പാർട്ടിക്ക് നേരെയാണ്. താത്വിക അവലോകനത്തിലൂടെ മറയ്ക്കാനാവുന്നതോ ഈ തോൽവി? ഒറ്റപ്പെട്ട ചോദ്യങ്ങളല്ലാതെ മുഖ്യമന്ത്രിക്കെതിരെ വിരൽ ചൂണ്ടാൻ ആളുണ്ടാവുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു.
വഴിപേരിൽ CPM സഹയാത്രികൻ ഡോക്ടർ ബി ജയരാജ്, കോൺഗ്രസ് നേതാവ് ശ്രീ എ ഷുക്കൂർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ഡോക്ടർ ബി ജയരാജ്, ഇന്നലെ ഐസക്കിന്റെ പ്രസ്താവന വന്നിരുന്നു. ഇന്ന് ന്യൂസ് 18 നൽകിയ അഭിമുഖം, അത് വിസ്തരിച്ചുള്ള അഭിമുഖമാണ് ജി സുധാകരൻ്റെതായിട്ട് വന്നത്. അദ്ദേഹം മിക്ക കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. പറയാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ അദ്ദേഹം പാർട്ടിയെ തിരുത്തുന്ന രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഒറ്റപ്പെട്ട ശബ്ദങ്ങളായി മാറുമോ എന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും വീഴ്ചകളും അതുപോലെ തന്നെ പാർട്ടിക്ക് സംഭവിച്ച വീഴ്ചകളും പാർട്ടി വോട്ടുകൾ BJP-യിലേക്ക് ഒഴുകിയതുമൊന്നും തുറന്നു പറയാതെ ഇത് കോൺഗ്രസിന്റെ വോട്ടുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന വിലയിരുത്തലിലേക്കാണല്ലോ പാർട്ടി പോകുന്നത്. അത് എത്രമാത്രം ജനങ്ങൾക്ക് ബോധ്യമാകുന്നതാണ്? ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് ഡോക്ടർ തോമസ് ഐസക് ഇന്നലെ പറഞ്ഞു, ഇന്ന് ജി സുധാകരൻ കേരളം കണ്ട TK ദിവാകരന് ശേഷം കേരളം കണ്ട ഏറ്റവും മികച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി, അതുപോലെ തന്നെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളായി ഉയർന്നു വന്ന PS-ന് ശേഷം ഉയർന്നു വന്ന ഒരു നേതാവാണ് ജി സുധാകരൻ. ഇപ്പോൾ ജി സുധാകരനും ഡോക്ടർ തോമസ് ഐസക്കും ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും പാർട്ടി ചെവി കൊടുക്കും. അതിനകത്ത് തിരുത്തലുകൾ വരുത്തേണ്ടെങ്കിൽ തിരുത്തലുകൾ വരുത്തും. അത് പ്രത്യേകിച്ച് ഒരു വ്യക്തിയല്ല. ഇതെന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു കൂട്ടുത്തരവാദിത്തമുള്ള ഒരു പ്രവൃത്തിയാണ്. അതിനകത്ത് ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യാനല്ല ഇവിടെ ആരും ഉദ്ദേശിക്കുന്നത്. ജനങ്ങളെ കേൾക്കുക എന്നാണ് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത്. ജനങ്ങളെ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഫീഡ്ബാക്കിനെ കുറിച്ചാണ് തീർച്ചയായിട്ടും ഉദ്ദേശിച്ചത്. നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ അവലോകനങ്ങൾ നടത്തണം, താത്വികമായ അവലോകനങ്ങൾ നടത്തണം. അതുപോലെ തന്നെ ഡൗൺ ടു എർത്ത് റിയാലിറ്റിയും തമ്മിൽ ഉള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ തീർച്ചയായിട്ടും ഒരു തിരുത്തൽ ഉണ്ടാവത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് കൂലങ്കഷമായ ചർച്ച. എല്ലാ കാലത്തും പാർട്ടി തിരുത്തലുകൾ നടത്താറുണ്ട്. എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ തിരുത്തലുകൾ നടത്താറുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കേരളം ഒരു അപ്രഖ്യാപിത സാമ്പത്തിക അടിയന്തരാവസ്ഥയിലൂടെ കടന്നുപോയൊരു കാലമായിരുന്നു. ആ സമയത്ത് തന്നെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങുകയും അതുപോലെ തന്നെ സപ്ലൈകോയിൽ സാധനങ്ങൾ കുറയുകയും അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളും ഇതിനകത്തുണ്ടായിട്ടുണ്ട്. ഒരുപാട് ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ, ഇതിനൊന്നും എഫക്റ്റീവായിട്ട് തടയിടാനായിട്ട് CPM ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല, പാർട്ടി മെഷീനറി ഉപയോഗിച്ച് കഴിഞ്ഞില്ല. പല ആളുകളും ഒരേ കാര്യം തന്നെ 10 പ്രാവശ്യം പറയുമ്പോൾ അതിന് എന്തെങ്കിലും തീയില്ലാതെ പുകയുണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു സംശയത്തിലേക്കൊക്കെ പോയത് സ്വാഭാവികമാണ്. അപ്പോൾ അതിനെ ദൂരീകരിക്കാൻ വേണ്ടി നമ്മൾ നവകേരള യാത്ര നടത്തുകയും പലതരത്തിലുള്ള എക്സ്പ്ലനേഷൻ നൽകിയെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം കാണിക്കുന്നത്. പിന്നെ പൊതുവെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് താത്വികമായിട്ട് പറയാം, നമ്മളുടെ പാർട്ടി പരിപാടിയും മറ്റു കാര്യങ്ങളും വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം അവസരങ്ങൾ, തെരഞ്ഞെടുപ്പ് പോലുള്ള അവസരങ്ങൾ, അതിനകത്ത് ജയാപജയങ്ങൾ ഒരു വിഷയമല്ല. പക്ഷേ ഈ ആശയങ്ങൾ സംവദിക്കാനുള്ള ഒരു വേദിയാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന് കരുതുന്ന ഒരു പാർട്ടി തന്നെയാണ് CPM. പക്ഷേ ജനാധിപത്യ സമൂഹത്തിൽ ഇത്രയും നാളത്തെ ഒരു ഇലക്ട്രൽ ഡിബേറ്റിനകത്ത് നടക്കുമ്പോൾ ഇലക്ട്രൽ ഡിബേറ്റ് മാത്രമല്ല, അതിനകത്ത് വിന്നിങ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിക്കകത്ത് എന്തെങ്കിലും പോരാക്കുറവുകൾ സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജി സുധാകരൻ്റെ വാക്കുകളെ എന്തായാലും പാർട്ടി തള്ളിക്കളയില്ല, ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ വാക്കുകളെയും തള്ളിക്കളയില്ല. അത് പുറമേ നിന്ന് പറയുന്നതെന്ന് വെച്ചാൽ ജി സുധാകരൻ ഇപ്പോൾ ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ജി സുധാകരൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അതല്ല എങ്കിൽ ജി സുധാകരൻ ഒരിക്കലും അങ്ങനെ ഒരു അഭിപ്രായം പറയില്ലായിരുന്നു. പിന്നെ ജി സുധാകരൻ 49 വർഷമായി ആലപ്പുഴ ജില്ലയിൽ വളരെയധികം വേരുകളുള്ള വളരെയധികം ശരിയാണ്. താങ്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ജി സുധാകരന്റെയും ഐസക്കിന്റെയും വാക്കുകൾ പാർട്ടി തള്ളിക്കളയുകയില്ല എന്ന്. പക്ഷെ ഭരണവിരുദ്ധ വികാരമൊക്കെ അംഗീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകും എന്ന കാര്യം ഒരു കാരണവശാലും സമ്മതിക്കാൻ പറ്റുന്ന ഒന്നല്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു രീതി അങ്ങനെയല്ല. അദ്ദേഹം ഇതിനകം തന്നെ ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ പ്രതിഫലിച്ചിട്ടൊന്നുമില്ല എന്ന്, അതിനുള്ള ന്യായീകരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. വലിയ തോൽവി സംഭവിച്ചു എന്ന് MP ഗോവിന്ദൻ പറയുമ്പോഴും ഈ കോൺഗ്രസിന്റെ വോട്ടുകൾ ചോർന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോൺഗ്രസിന്റെ വോട്ടുകൾ ചോർന്നതും പ്രധാന ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ കൂറ്റൻ തോൽവിയും അവിടെ BJP-യെ സഹായിച്ചു കോൺഗ്രസ് എന്നുള്ള തൊടുന്യായങ്ങളും പറഞ്ഞ് മുന്നോട്ട് വരികയാണ് മുഖ്യമന്ത്രിയും ചെയ്യുന്നത്. അത് ഈ തിരുത്തലുണ്ടാകും എന്നൊക്കെ പറയുമ്പോഴും യോഗങ്ങളിൽ അത് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്ത് സുധാകരന്റെ വാക്കുകൾക്കൊക്കെ വില കൽപ്പിക്കുമെന്ന് പറയുന്നത് മൗഢ്യമാണ്. അങ്ങനെയൊന്നും സംഭവിക്കാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷേ സുധാകരൻ പറയേണ്ടത് കൃത്യമായിട്ട് അത് പാർട്ടിയുടെ അണികൾ പറയാൻ ഉദ്ദേശിച്ചതാണ്.
ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ പാർട്ടിക്ക് സംഭവിച്ച വീഴ്ചകൾ അദ്ദേഹം എണ്ണി എണ്ണി പറയുന്നു. അതിൽ BJP-യെ ഒരു ശക്തിയായിട്ട് CPM കണ്ടില്ല എന്ന കാര്യം പറയുന്നു. CPM-ന്റെ സ്ട്രോങ് ബെൽറ്റുകളിൽ BJP 1-ാം സ്ഥാനത്തേക്ക് എത്തിയത് അദ്ദേഹം കായംകുളത്തെ ചില പ്രദേശങ്ങൾ പോലും, പത്തീവ് പോലെയുള്ള പ്രദേശങ്ങൾ പോലും അദ്ദേഹം എടുത്തു പറയുകയാണ്. അങ്ങനെ ഇവിടെയൊക്കെ അമിതമായ ആത്മവിശ്വാസം ഉണ്ടാവുകയും മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം പരിഗണിക്കാതെ വരികയും സുധാകരനെ പോലുള്ള നേതാക്കളെ ബ്രാഞ്ചിലേക്കാണല്ലോ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം അമ്പലപ്പുഴയിലെ ഈ ജയം സംഭവിച്ച ഒരു മണ്ഡലത്തിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന പേരിലാണ് അദ്ദേഹത്തിന് ഈ ഒരു ഗതികേട് ഉണ്ടായിരിക്കുന്നത്. എളമരം കരീം അവിടെ വന്ന് അന്വേഷിച്ചിട്ട് സുധാകരൻ അനുകൂലമായിട്ട് പറഞ്ഞ ആളുകളെ കേൾക്കാതെയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ട് എളമരം കരീം എന്നയാൾ കോഴിക്കോട് എത്ര ലക്ഷം വോട്ടിനാണ് തോറ്റത്? 1.5 ലക്ഷം വോട്ടിന്. അത് പരിശോധിക്കേണ്ടേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇതൊക്കെ വെറും പരിശോധന മാത്രമോ അല്ലെങ്കിൽ ഒരു എന്താണ് താഴെ തട്ടിൽ വരെ ഞങ്ങൾ ബൂത്ത് തലത്തിൽ മുതൽ പരിശോധിക്കുമെന്ന് പറയുകയും ചെയ്യുകയല്ലാതെ സ്വയം ഏറ്റെടുക്കുവാൻ എന്തായാലും മുഖ്യമന്ത്രി തയ്യാറാവുകയില്ലല്ലോ, 2004-ൽ AK ആന്റണിയൊക്കെ ചെയ്തതുപോലെ. ഇത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു കൂട്ടുത്തരവാദിത്വത്തിന്റെ പ്രവൃത്തിയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ. CPM എന്ന് പറയുന്നത് കോൺഗ്രസ് പോലെ ഒരു പാർട്ടിയല്ല, അതൊരു കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുത്തരവാദിത്വം പ്രധാനമാണ്. നമ്മളിപ്പോൾ പിണറായി സർക്കാർ, നായനാർ സർക്കാർ, അച്യുതാനന്ദൻ സർക്കാർ എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും ആ ലീഡ് ചെയ്യുന്ന ആളുടെ പേര് വെച്ചിട്ട് ആ സർക്കാരിനെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും EMS സർക്കാർ എന്നൊക്കെ പറയുന്നത് പോലെ പറയുമെങ്കിൽ പോലും ഈ പാർട്ടിയുടെ ഒരു കൂട്ടുത്തരവാദിത്വമാണ് ഭരണത്തിൽ നിഴലിക്കുന്നത്. സ്വന്തമായിട്ട് പിണറായി വിജയൻ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം അതിനു വേണ്ടിയിട്ടുള്ള കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളിൽ ചർച്ചകളുണ്ടാകും. അതിനുശേഷം മാത്രം പാർട്ടി പരിപാടികൾ തീർച്ചയായിട്ടും ഇത് നമ്മളുടെ പ്രകടന പത്രിക തയ്യാറാക്കുകയും ഓരോ വർഷവും ആ പ്രകടന പത്രിക അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയെന്ന് നോക്കുകയും അതിനൊരു മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയും ആ മാർക്ക് ലിസ്റ്റിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്തു തീർക്കാനുണ്ട്, അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരാൾക്ക് അപ്രമാദിത്വം ഉണ്ടെന്നൊക്കെ കരുതുന്നത് സ്വാഭാവികമാണ്. അറ്റൻഷൻ കിട്ടും, ലീഡർ എന്നുള്ള രീതിയിൽ, മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അറ്റൻഷൻ കിട്ടും. ഹെഡാണ്, ഭരണത്തിന്റെ ഹെഡാണ്. പക്ഷേ എന്നും പറഞ്ഞിട്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും, എല്ലാ ജയങ്ങളുടെ ഉത്തരവാദിത്തം പിണറായി വിജയനാണ്, അല്ലെങ്കിൽ എല്ലാ പരാജയങ്ങളുടെ ഉത്തരവാദിത്തം പിണറായി വിജയനാണെന്നൊക്കെ പറഞ്ഞു പോകുന്നത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ്. മോഡി ഗ്യാരണ്ടി എന്നൊക്കെ പറയുകയാണെങ്കിൽ മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന പോലെ തന്നെ ക്യാപ്റ്റൻ എന്ന വിളിപ്പേരും താങ്കൾ മറന്നു കാണുകയില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശ്രീത് പണിക്കർ, ഇത് ഒറ്റപ്പെട്ട ശബ്ദങ്ങളായി മാത്രം തീരുമാനം. പല ആളുകളും ഇപ്പൊ ഒരാളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു പാട്ടിറക്കി, എന്തൊക്കെയായിരുന്നു വിവാദങ്ങൾ. ഒരാളൊരു പാട്ടിറക്കിയിട്ട് അതിനകത്ത് പരുന്തായിട്ടും സൂര്യനായിട്ടും ഒക്കെ, ഇതൊക്കെ പാർട്ടിയുടെ തീരുമാനമാണോ? അല്ല, അതൊക്കെ പ്രോത്സാഹിപ്പിക്കുമല്ലേ, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതാണ് കണ്ടത്. ആരും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, അതിൽ അഭിനയിക്കുകയാണ് ചെയ്തത് ശ്രീ ഡോക്ടർ പി ജയരാജ്. അതൊക്കെ ഈ തിരിച്ചടി കാരണമായിട്ടുണ്ട്. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ശ്രീജിത്ത് പണിക്കർ, ഇത് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ. ഇപ്പോൾ സുധാകരൻ എന്ന് പറയുന്നത് മുതിർന്ന നേതാവാണ്, ശരിയാണ്. ഒരു ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ശ്രീജിത്തിന് കൊടുക്കാം അവസരം. ഒരു കാര്യം കൂടെ, ഇതിനകത്ത് ആലപ്പുഴ ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിൽ മുഴുവൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളത്തിൽ മുഴുവൻ സീറ്റുകളിൽ നേടി, മുഴുവനല്ല ഏകദേശം ഒട്ടുമിക്കാലും സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ ആലപ്പുഴ ജില്ല മാത്രമാണ് CPM-ന്റെ കൂടെ നിന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നത്. അതുപോലെ തന്നെ എപ്പോഴെല്ലാം പാർട്ടി ജയിച്ചിട്ടുണ്ട് അന്നേരം എല്ലാം ആലപ്പുഴ ജില്ലയിൽ നിന്ന് വലിയ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് സമീപഭാഗങ്ങൾ കേരള രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ആളുകൾ കുറച്ചുകൂടെ സെൻസിറ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. കുറച്ചുകൂടെ അവർ ഇമോഷണലി കാര്യം അവർക്ക് അതിൻ്റെതായ ഒരു പാരമ്പര്യമുണ്ട്. കാര്യം പുന്നപ്ര വയലാറിൻ്റെയും ഒക്കെ പാരമ്പര്യമുണ്ട്. മറ്റ് തെക്കൻ ജില്ലകളിലൊന്നും അതുപോലെ സമരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഐതിഹാസിക സമരങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല, തൊഴിലാളി സമരങ്ങളൊന്നും. അവിടെ പാർട്ടിക്ക് വീഴ്ച പറ്റി, സർക്കാരിന് വീഴ്ച പറ്റി. അതിലാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഈ മുസ്ലിം പ്രീണനം പോലും സംഭവിച്ചത്. അതിന്റെയൊക്കെ പ്രതിഫലനമാണ് ആലപ്പുഴയിൽ കണ്ടത്. അതാണല്ലോ സ്ട്രോങ് ഹോൾസിൽ നിന്ന് CPM-നെ എക്കാലത്തും സഹായിക്കുന്ന സ്ട്രോങ് ബെൽറ്റുകൾ, അവിടെ നിന്നാണ് BJP-ക്ക് വോട്ടുകൾ കൂട്ടത്തോടെ ചോർന്നു പോയത്. ശ്രീത് പണിക്കർ, ഇത് ഒറ്റപ്പെട്ട ശബ്ദങ്ങളായിട്ട് എക്കാലത്തൊന്നും പറയാൻ പറ്റില്ല. എക്കാലത്ത് സുധാകരന്റെയും ഐസക്കിന്റെയും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇത് ഒറ്റപ്പെട്ട ശബ്ദങ്ങളായിട്ട് അവശേഷിക്കുമോ പാർട്ടിയിൽ? തിരുത്തൽ എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു തിരുത്തലൊക്കെ പ്രതീക്ഷിക്കണോ ഈ സുധാകരന്റെയും ഐസക്കിന്റെയും ഒക്കെ ഈ വിമർശനങ്ങൾ കണക്കിലെടുത്ത്? തീർച്ചയായിട്ടും ഇതിനു മുമ്പ് പാർട്ടി എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമാവും. ഇതിനു മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ തിരുത്തിയിട്ടുണ്ടെന്ന്. ശരി, ശ്രീത് പറയൂ.
ശ്രീ മഞ്ജുഷ്, ഞാൻ ആദ്യം ഇതിൽ മനസ്സിലാക്കുന്നത് തുടക്കത്തിൽ ഒരുപക്ഷെ ഈ പരാജയത്തിന്റെ കാരണം എന്താണ് എന്നുള്ള ഒരു അസസ്മെന്റ് മിസ്ഡയറക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം CPM-ന്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടാണ് പോരാളി ഷാജിക്കൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പോലും കിട്ടുന്നതിനേക്കാൾ അമിതമായിട്ടുള്ള ഒരു പ്രാധാന്യം പൊതുവെ മാധ്യമരംഗത്ത് അതൊരു വലിയ ചർച്ചയാക്കി കൊണ്ടുവരുന്നതിനൊക്കെ പല CPM നേതാക്കളും ശ്രമിച്ചത്. പോരാളി ഷാജിയെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർ ആരൊക്കെയാണ്, അതിനെ ഒരു ലാഘവ ബുദ്ധിയോടുകൂടി കാണുന്ന ആൾക്കാർ ആരൊക്കെയാണ്, പോരാളി ഷാജിയാണോ CPM-ന്റെ അഭിപ്രായം പറയുന്നത്, അല്ലെങ്കിൽ CPM അനുഭാവികളുടെയോ പ്രവർത്തകരുടെയോ അഭിപ്രായം പറയുന്നത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ പലപ്പോഴും ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ളതാണ്. അതിൽ പുതുതായിട്ട് യാതൊന്നുമില്ല. അപ്പോൾ ഒരു വലിയ ഭാരിച്ച പരാജയം ഉണ്ടാകുമ്പോൾ ആ പരാജയത്തിനെ, അതിന്റെ ഉത്തരവാദിത്തം എവിടെയാണ്, ആരാണ് ഇതിന് കാരണം എന്നതിനെ മിസ്ഡയറക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്ന നിലയ്ക്ക് മാത്രമേ അതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി ന്യൂസ് 18നോട് ശ്രീ G. സുധാകരൻ പറഞ്ഞതും ശ്രീ തോമസ് ഐസക്കിന്റെ അഭിപ്രായവും അതോടൊപ്പം തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായം വരുന്നു. ആ അഭിപ്രായത്തിനെ വളരെ പ്രാധാന്യത്തോടു കൂടി പരിഗണിക്കേണ്ടതാണ് എന്ന രീതിയിൽ ശ്രീ G. സുധാകരൻ അടക്കമുള്ള നേതാക്കന്മാരും ഒക്കെ പറയുമ്പോൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് പാർട്ടിയുടെ പല നേതാക്കന്മാരും ചിന്തിക്കാനായിട്ട് ആരംഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും ഇത് ആരാണ് ഇതിന് മറുപടി പറയേണ്ടത്? ഇപ്പോൾ ശ്രീ ജയരാജ് പറയുന്നത് പോലെയുള്ള ഒരു തുറന്ന സമീപനമൊക്കെ നമുക്ക് എടുക്കാം. അതായത് ഇത്തരത്തിലുള്ള ആത്മവിമർശനം പാർട്ടിയിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, മുതിർന്ന നേതാക്കളാണ്, ഇവർ പറയുന്നതെല്ലാം തന്നെ പാർട്ടി പരിഗണിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചോദിക്കേണ്ടത് ആരാണിത് പരിഗണിക്കാൻ പോകുന്നത്, എന്ത് തരത്തിലുള്ള പരിഹാരമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള ആൾക്കാരുടെ സമീപനം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ ഒരു വിലയിരുത്തലാകുമോ ഈ തെരഞ്ഞെടുപ്പ് എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനോട് വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ പിന്നീട് ഒരു ഘട്ടത്തിൽ, പ്രചരണത്തിന്റെ ഒരു ഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകന് ഒരു അഭിമുഖം നൽകുന്ന സമയത്ത് പാർട്ടിക്ക് അല്ലെങ്കിൽ സർക്കാരിന് എന്തെങ്കിലും രീതിയിലുള്ള പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടോ, അതിലൊരു ആത്മവിമർശനത്തിനുള്ള ഒരു സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിനേക്കാൾ മോശമായിട്ടുള്ള ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളെ പഴിചാരുന്ന രീതിയിലത്തേക്കും തനിക്ക് ആത്മപരിശോധന നടത്തേണ്ടുന്ന ഒരു സാഹചര്യവും ഇല്ല എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് ഈ വിമർശനങ്ങളൊക്കെ ശ്രീ തോമസ് ഐസക്കിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ശ്രീ സുധാകരന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഈ വിമർശനങ്ങൾ എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഇത് കേൾക്കാൻ തയ്യാറാണോ, ഇതിൽ പരിഹാരത്തിന് വേണ്ടിയിട്ട് തയ്യാറാണോ, അങ്ങനെയാണെങ്കിൽ എന്താണ് പരിഹാരം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് G. സുധാകരൻ എന്ന് പറയുന്നത് പാർട്ടിയിൽ ഒരു നടപടി നേരിട്ടയാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾക്ക് അതുകൂടി ആ വിമർശനങ്ങൾക്ക് പിന്നിലെ കാര്യം കൂടി പരിഗണിക്കേണ്ടതാണല്ലോ. അദ്ദേഹം അങ്ങനെ പറയും, കാരണം അദ്ദേഹത്തിനെതിരെ എടുത്ത നടപടി അത് ശരിയായില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയുവാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ വിമർശനത്തിന് അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ. മറ്റു നേതാക്കൾ എന്ന് പറയുന്നത് പാർട്ടിയുമായിട്ട് യാതൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുന്ന നേതാക്കളാണ്. അവർക്ക് കൂടുതൽ മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് സുധാകരൻ പറയുന്നത് പോലെ മറ്റേതെങ്കിലും നേതാവ് പറയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും വന്നിരുന്ന് അങ്ങനെയുള്ള നേതാക്കൾ ഉണ്ടോ ഇപ്പോൾ പാർട്ടിയിൽ? അല്ല, ഇതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ശ്രീ സുധാകരന്റെ ഒരു പേഴ്സണൽ ബയാസ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലുണ്ട് എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്കൊരു വാദത്തിന് വേണ്ടിയിട്ട് അംഗീകരിക്കാം. കാരണം അദ്ദേഹം ഒരു അന്വേഷണം നേരിട്ട ആളാണ്, അദ്ദേഹം ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ട ആളാണ്, അദ്ദേഹം സജീവമായിട്ട് ഇന്ന് പാർട്ടിയോട് ചേർന്ന് ഏതൊക്കെ അർത്ഥത്തിലാണ് പോകുന്നത് എന്ന കാര്യമൊക്കെ തന്നെ നമുക്ക് ഡിബേറ്റബിൾ ആക്കി വെക്കാം. പക്ഷെ അങ്ങനെയാണ് എങ്കിൽ ഞാൻ പറയുന്നത് നമ്മൾ തോമസ് ഐസക്കിനെ പറ്റി ചിന്തിക്കുക. തോമസ് ഐസക്ക് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്, നല്ല മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് എന്ന് കരുതപ്പെട്ട പത്തനംതിട്ടയിലെ CPM-ന്റെ ഒരു മുതിർന്ന നേതാവായിരുന്നു, സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. ഒന്ന്, ജനങ്ങളോട് തുറന്ന മനസ്സോടുകൂടി സംവദിച്ചു പോകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ ജനങ്ങളോട് സംവദിക്കാൻ എന്ന വ്യാജേന ഈ സർക്കാർ നടത്തിയിരുന്ന പല പരിപാടികളുണ്ട്. ഒന്ന് നവകേരള സദസ്സ്. നവകേരള സദസ്സിൽ പറയുന്നത് എന്താണ്? ജനങ്ങളോട് സംവദിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കേരളീയം പോലെയുള്ള പദ്ധതികൾ, അല്ലെങ്കിൽ ലോക കേരള സഭ പോലെയുള്ള പല പദ്ധതികൾ, ഈ പദ്ധതികളിലെല്ലാം തന്നെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളോട്, പ്രവാസികളോട് ഒക്കെ തന്നെ സംവദിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് സംഘടിപ്പിച്ചത് എന്നായിരുന്നു ഇവരുടെ അവകാശവാദം. അപ്പോൾ ഇതെല്ലാം തന്നെ വലിയ വിജയമാണ് എന്ന് ക്ലെയിം ചെയ്തതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ മത്സരിച്ചിരുന്ന പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന് പറയുകയാണ്, ജനങ്ങളോട് തുറന്ന മനസ്സോടുകൂടി സംവദിച്ചു പോകണം. അവർ പറയുന്ന പല കാര്യങ്ങളും അംഗീകരിക്കാനായിട്ട് നമുക്ക് ഒരുപക്ഷെ കഴിഞ്ഞേക്കില്ല, പക്ഷേ ആ വിമർശനം എന്ന് പറയുന്നത് പരിഗണിക്കപ്പെടണം, അവരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കപ്പെടണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന സർക്കാരിന്റെ പല ഫ്ലാഗ്ഷിപ്പ് പരിപാടികളും ഇഫക്റ്റീവ് ആയില്ല എന്നല്ലേ ഇതിനർത്ഥം.
അപ്പോൾ നമുക്ക് പലപ്പോഴും പല രീതിയിലുള്ള വിമർശനങ്ങൾ പറയാം. ഇതൊക്കെ ധൂർത്താണ് എന്ന രീതിയിലത്തേക്ക്, ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള ആർഭാടവും ചെലവുമാണ് എന്ന രീതിയിലുള്ള വിമർശനമൊക്കെ തന്നെ ഈ ലോക കേരള സഭ ഒക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നവകേരള സദസ്സ് നടക്കുന്ന സമയത്തൊക്കെ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ്. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വ്യത്യാസം, അതിൻ്റെ ടാർഗറ്റ് എന്തായിരുന്നോ, അതിൻ്റെ ഉദ്ദേശലക്ഷ്യം എന്തായിരുന്നോ അത് സാധിച്ചില്ല എന്ന് തന്നെയല്ല, അവിടെ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ പോലും പരിഗണിച്ചില്ല എന്ന നിലയ്ക്ക് മുതിർന്ന നേതാക്കൾ തന്നെ പറയുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് പറയുന്നത്, ഈ പാർട്ടി എന്ന് പറയുന്നത് പാർട്ടിക്കാരുടേതല്ല, ഇത് ജനങ്ങളുടെ പാർട്ടിയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ശ്രീ മഞ്ജുഷ്, ഈ തിരിച്ചറിവ് ആർക്കാണ് ഉണ്ടാകേണ്ടത്? ശ്രീ തോമസ് ഐസക്കിന് ഈ തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു മുതിർന്ന നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം തീർച്ചയായിട്ടും പാർട്ടി പരിഗണിക്കുമെന്ന് ശ്രീ ജയരാജ് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് പാർട്ടിക്കാരുടേതല്ല ജനങ്ങളുടെ പാർട്ടിയാണ് എന്നുള്ള കാര്യം ആരാണ് പാർട്ടിയുടെ ഒരു സെൻട്രൽ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു സംസ്ഥാന സമിതിയിൽ ഇത് ആരാണ് ഉന്നയിക്കാൻ പോകുന്നത്? എന്ത് രീതിയിലുള്ള വിമർശനമാണ് അവിടെ കേൾക്കാൻ പോകുന്നത്? അവിടെ നമ്മൾ ജനങ്ങളിൽ നിന്ന് അകന്നുവെന്നോ അവരുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നമ്മൾ പരിഗണിച്ചില്ല എന്ന് ആര് പറയും? അതിനെ ആര് എൻഡോഴ്സ് ചെയ്യും? എന്ത് രീതിയിലുള്ള പരിഹാരം അവിടെ എടുക്കും? രണ്ടാമത്തെ കാര്യം നോക്കൂ, പാർട്ടി പ്രവർത്തകരുടെ ശൈലി ഇതിൽ തൃപ്തികരമാണോ? അഴിമതി സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ ശ്രീ ജയരാജ് അടക്കം ഇപ്പോൾ പറഞ്ഞു, അങ്ങനെയുള്ള പല ആരോപണങ്ങളുണ്ടായി, അതിനെ കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കാനായിട്ട് സാധിച്ചോ? ഞാൻ ചോദിക്കുന്നത്, ഈ അഴിമതി എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട് ടാർഗറ്റ് ചെയ്തിരുന്നതായിരുന്നു. അപ്പൊ അതിനെ ഇതേപോലെ തന്നെയുള്ള ഒരു ഫോറത്തിൽ വന്ന് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയോ അതിൽ നമ്മൾ കൃത്യമായ രീതിയിലുള്ള പ്രതിരോധം നടത്തിയോ ഇല്ലയോ, എവിടെയെങ്കിലും പോരായ്മയുണ്ടായോ എന്ന കാര്യം ആരാണ് ചോദിക്കാൻ പോകുന്നത്? സർക്കാരിന്റെ പ്രവർത്തനത്തിലുള്ള അനിഷ്ടമാണോ? സർക്കാരിന്റെ ഏതെങ്കിലും സ്കീമിന്റെ ഗുണഭോക്താക്കളാകേണ്ടുന്ന ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് ലഭിച്ചില്ലേ? ഈ കാര്യങ്ങൾ ആരോടാണ് ചോദിക്കാൻ പോകുന്നത്? അപ്പൊ ഞാൻ പറയുന്നത്, ഇതൊക്കെ ഇങ്ങനെ പറയാം, അതായത് ചില യൂട്യൂബ് ചാനലുകൾക്ക് കൊടുക്കുന്ന അഭിമുഖത്തിൽ, ചില ന്യൂസ് ചാനലുകൾക്ക് നൽകുന്ന അഭിമുഖത്തിൽ പറയാം എന്നതിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിൽ ഒരു ചർച്ച ഉണ്ടാകുന്നതല്ലാതെ ഇതിന്റെ തിരുത്തൽ ഉണ്ടാകേണ്ടത് തിരുത്തൽ എന്ന് പറയും, ഞങ്ങൾ തിരുത്താൻ ഉദ്ദേശിക്കുകയാണ്, അത് ബൂത്ത് തലം മുതൽ തിരുത്തൽ ഉണ്ടാകും എന്ന് പറയും എന്നല്ലാതെ എന്ത് തിരുത്തൽ എന്നുള്ള ചോദ്യത്തിന് ജനങ്ങളുടെ മുന്നിൽ വന്ന് എന്ത് പറയും എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ പാർട്ടിയുടെ നേതൃയോഗങ്ങൾ, സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു, ഇനി സംസ്ഥാന സമിതി യോഗങ്ങൾ ചേരും, അതിൽ വരുന്ന തീരുമാനങ്ങൾ പിന്നെ സെക്രട്ടേറിയറ്റിൽ വീണ്ടും ചർച്ച ചെയ്യും. ഇങ്ങനെയൊക്കെയാണല്ലോ. ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിഞ്ഞത്, ഐസക് ഇത്തരം കാര്യങ്ങൾ വെളിയിൽ പറഞ്ഞിട്ടും അദ്ദേഹത്തോട് എന്താണ് ഇങ്ങനെ പറയുവാനുള്ള കാരണം, എന്താണ് ഉദ്ദേശിച്ചത്, ഇക്കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല എന്നാണ്. ഇതൊരു ഇന്നർ വിവരങ്ങളാണ് കേട്ടോ, അവിടെ നിന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നേതൃയോഗത്തിൽ സംഭവിച്ചത് എന്ന് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എ ഷുക്കൂർ, ആലപ്പുഴയുമായിട്ട് ആത്മബന്ധം പുലർത്തുന്നയാളാണല്ലോ താങ്കൾ. ഈ ആലപ്പുഴ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോഴത്തെ വിമർശനങ്ങൾ, അതായത് ആദ്യ വെടി പൊട്ടുന്നത് ആലപ്പുഴയിൽ നിന്ന് എന്ന രീതിയിലാണ്. പക്ഷേ അത് പിണറായി വിജയനെതിരെയുള്ള ഒരു നീക്കമായിട്ട് പാർട്ടിയിൽ ഉയർന്നു വരുന്നു എന്നൊക്കെ നമുക്ക് വെറുതെ ചിന്തിച്ചു പോകാനല്ലേ പറ്റുകയുള്ളൂ. അതല്ലാതെ അങ്ങനെ ഒരു കാര്യമേ ഇപ്പോഴത്തെ CPM രാഷ്ട്രീയത്തിൽ സംഭവിക്കുകയില്ലല്ലോ. അങ്ങനെയല്ല മഞ്ജുഷ്. കേരളത്തിലെ ഇപ്പോൾ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തപ്പെടുമ്പോൾ CPMന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ചോർന്നുപോയ സ്ഥലമാണ് ആലപ്പുഴ ജില്ല. CPMന്റെ കോട്ട കൊത്തളങ്ങളിൽപ്പെട്ട ഏറ്റവും പുന്നപ്രയുടെയും വയലാറിൻ്റെയും ഒക്കെ പ്രാധാന്യമുള്ള ഈ ജില്ലയിൽ പ്രത്യേകിച്ച് ഒട്ടനവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ജന്മം കൊടുത്ത, അവർ ഏറ്റവും പ്രഗത്ഭതികളുമായ നേതാക്കളായി അധികാരത്തിലെത്തുകയും ഒക്കെ കഴിഞ്ഞു പോയ ഒരു ജില്ലയിൽ ഉണ്ടായ ആ രാഷ്ട്രീയ ഫലം, അതായത് തെരഞ്ഞെടുപ്പ് ഫലം നമ്മളൊന്ന് വിലയിരുത്തപ്പെടുമ്പോൾ ഇത്രമാത്രം CPMൽ നിന്ന് വോട്ട് അത് BJPയിലേക്ക് പോയത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ അത് ഞങ്ങളെയൊക്കെ കുറിച്ച് എന്തെല്ലാം ആക്ഷേപം പറഞ്ഞവരാണ്. കോൺഗ്രസിൽ നിന്ന് MLA പോകുന്നു, MP പോകുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ അധികാര സ്ഥാനത്തിരിക്കുന്നവർ പോകുന്നു. ഇത് പാർട്ടി ഗ്രാമങ്ങൾ പോലും ഒലിച്ചുപോയി. അപ്പോൾ എങ്ങോട്ടാ പോയത്? BJPയിലേക്കാണ് പോയത്, വേറെ എങ്ങോട്ടും പോയില്ല. കുറച്ചാളുകൾ വേണമെങ്കിൽ മറ്റൊരു രൂപത്തിൽ വോട്ട് ചെയ്യാതിരിക്കുകയോ മറ്റൊരു രൂപത്തിലുണ്ട്, അതും കണക്കെടുത്താൽ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ജി സുധാകരനായാലും തോമസ് ഐസക് ആയാലും മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ KE ഇസ്മായിൽ അടക്കം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഗൗരവമുള്ളത് തന്നെയാണ്. ആ ഗൗരവമുള്ള കാര്യം, ഞങ്ങൾ ഒരിക്കലും ഒരു വർഗീയ ഫാസിസ്റ്റ് സംഘടന സംവിധാനം കേരളത്തിൽ വളർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നവരെയല്ല കോൺഗ്രസ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലവും മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്. ഞങ്ങളാണ് ഇതിനെ തടഞ്ഞു നിർത്തുന്ന ശക്തി
എന്നൊക്കെയാണ് എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം പരിശോധിക്കപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലമായാലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലമായാലും ആ ഘട്ടത്തിലെല്ലാം ഉണ്ടായിട്ടുള്ള ഭരണകാലഘട്ടത്തിലെ അഴിമതികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഈ വളരെ കൂടുതൽ അമർഷവും പ്രതിഷേധവും ഈ തെരഞ്ഞെടുപ്പിൽ ഈ റിസൾട്ട് ആലപ്പുഴ അടക്കം മറ്റു സ്ഥലത്ത് ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് അതിന്റെ പക്ഷേ ശ്രീ എ ഷുക്കൂർ, താങ്കൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷമുള്ള പ്രതികരണങ്ങൾ CPM-ന്റേത് ശ്രദ്ധിച്ചിട്ടുള്ള ആളാണല്ലോ. ഇതിലൊക്കെ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് വന്നത്. കാരണം ഇവിടെ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത് തൃശ്ശൂരിൽ കോൺഗ്രസ് സഹായിച്ചത് കൊണ്ട് ആണ് എന്നുള്ള കാര്യം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ രീതിയിലുള്ള വിമർശനങ്ങളാണ് CPM-ൽ നിന്ന് ഉണ്ടാകുന്നത്. മാത്രമല്ല നിങ്ങളുടെ വോട്ടുകളും കുറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് അതിന്റെ കണക്കുകൾ പോലും ഗോവിന്ദൻ മാസ്റ്റർ പറയുകയാണ്. നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം 2019 താരതമ്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. 2021 അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ടു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ താരതമ്യം ചെയ്യണമെന്ന് അദ്ദേഹം ക്ലാസ് എടുക്കുകയാണ് പൊതുസമൂഹത്തോട്. അപ്പോൾ നിങ്ങളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള വിമർശനങ്ങളാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഐസക്, താങ്കൾ പറഞ്ഞു ഞാൻ തുടക്കത്തിലെ ചോദ്യത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ, ഐസക് പറഞ്ഞതിനും സുധാകരൻ പറഞ്ഞതിനും ഒക്കെ അതിൻ്റെതായ മെറിറ്റിൽ ഉൾക്കൊള്ളേണ്ടി വരും CPM എന്നാണ്. പക്ഷേ ഇല്ല എന്ന് ഇപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. അതല്ല, അങ്ങനെയല്ല മഞ്ജുഷേ. MV ഗോവിന്ദൻ പറഞ്ഞത് ആദ്യത്തിൽ എന്താ പറഞ്ഞത്? അങ്ങനെ ഒന്നുമല്ല, ഭരണ വിരുദ്ധ വികാരമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ മറ്റൊരു പാർട്ടി യോഗത്തിൽ തന്നെ തുറന്നടിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ. മാറ്റം വരും, ഇനിയും മാറ്റം വരാൻ പോകുന്നു. ഇനിയും ഇതിനേക്കാൾ ഗൗരവമായി എനിക്ക് തോന്നുന്നു G. സുധാകരൻ പറഞ്ഞതിനും അല്ലെങ്കിൽ തോമസ് ഐസക് പറഞ്ഞതിനും കെ ഇസ്മായിൽ പറഞ്ഞതിനും അപ്പുറം പറയേണ്ട ഘട്ടത്തിലേക്ക് MV ഗോവിന്ദൻ വരുമെന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞേ തീരൂ, അല്ലാതെ തിരുത്തൽ ഉണ്ടാകില്ല. ഇവിടെ ഞങ്ങളുടെ വോട്ട് കുറഞ്ഞു എന്ന് പറയുന്നത് തൃശ്ശൂർ ആധാരമാക്കിയാണ്. തൃശ്ശൂരിൽ നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ 5 വർഷക്കാലമായി ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം രാജ്യസഭാ MP കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന ഫലം വ്യക്തിപരമായി വോട്ടുകൾ സ്വാധീനിക്കാൻ ആ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി ഒഴിയുകയാണ്. ഈ തീരുമാനം AICCയിൽ നിന്ന് ഉണ്ടായി. അവിടെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരികയാണ്. റായ്ബറേലി നിർത്തിക്കൊണ്ട് വയനാട് സീറ്റ് അതിന്റെ വാർത്താ സമ്മേളനം നടക്കുന്നുണ്ട്. അതിലേക്ക് I want everyone in Wayanad to know that Priyanka is going to fight the election in Wayanad, but I am going to be a frequent visitor to Wayanad, and I am going to be available to the people of Wayanad, and the commitments that I have made, we will stand by them and we will try and deliver all those commitments. She's going to fight the election. I'm confident she's going to win the election, and she's going to be a very good representative for the people of Wayanad. People of Wayanad can think about it like this: you have now 2 members of parliament. One is my sister and one is me, and my doors are always open for you throughout the rest of my life, and I love every single person in Wayanad. Thank you. बहुत खुश हूँ मैं. I'm very happy to be able to represent Wayanad, and all I'll say is that I won't let them feel his absence. As he said, he'll come many times with me, but I will work as hard and I will try my best to make everybody happy and to be a good representative. और रायबरेली के साथ तो मेरा बहुत ही पुराना रिश्ता भी है, और 20 सालों से मैंने काम किया है दोनों रायबरेली और अमेठी में, तो वो रिश्ता तो कहीं मतलब किसी भी तरह से टूट नहीं सकता. उसको कायम रखने के लिए हम दोनों हैं, और भैया की मैं मदद रायबरेली में भी करूँगी, और जैसे इन्होंने कहा हम दोनों रायबरेली में भी हम दोनों मौजूद होंगे और वायनाड में भी. दोनों को 2 सांसद मिल रहे हैं. सिंपल सी बात है. ये आपके पॉलिटिकल लाइफ का इलेक्टोरल डिब्यूट है. हर राजनेता चुनाव में जाना चाहता है, आप पहली बार चुनाव में जा रही हैं, क्या कहेंगी इस बारे में? किस तरह की आपकी जो इस समय भावना है? एंड आर यू नर्वस?
Not at all. No. I'm not nervous at all. बनना चाहिए इसको लेके पूरी पार्टी मांग रही है, आपकी क्या राय है अपने भाई को लेकर? वो राय मैंने भाई को दे दी है. താങ്ക് യു വെരി മച്ച്. അപ്ഡേറ്റ് വാർത്തയാണ്. രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുകയാണ്. ആ തീരുമാനം AICC എടുത്തിരിക്കുകയാണ്. പകരം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കും. അങ്ങനെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. ശ്രീ A. ഷുക്കൂർ, നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുവാനുള്ള അടുത്ത അവസരം കൂടി വരികയാണ് CPM-ന്. പ്രിയങ്ക ഗാന്ധി വരുമ്പോഴും ഈ രാഹുൽ ഗാന്ധി വരുന്ന അതേ കാര്യമാണല്ലോ. ഇന്ത്യ സഖ്യത്തിലെ ആൾ വന്ന് ഇവിടെ വന്ന് LDF-നെതിരെ മത്സരിക്കാൻ പോകുന്നു എന്ന കാര്യം വരികയാണ്. അവിടെ BJP ആണോ നിങ്ങൾ എതിർക്കുന്നത് എന്ന കാര്യം വീണ്ടും ഉന്നയിക്കുന്നു. അപ്പോൾ പഴയ കാര്യങ്ങളുടെ ആവർത്തനം ഇനിയും നടക്കാൻ പോവുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ. അല്ല, അതെല്ലാം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോഴും ഉണ്ടായത്. എപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പാർട്ടിയും CPM-ഉം പറഞ്ഞുകൊണ്ടിരുന്നത് അത് മാത്രമായിരുന്നല്ലോ. നരേന്ദ്രമോദി ആ കഴിഞ്ഞ 10 വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ വീഴ്ച, വൈകല്യങ്ങൾ, ജനദ്രോഹം, ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഏകാധിപത്യ പ്രവർത്തനങ്ങൾ, ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞോ? എല്ലാം പറഞ്ഞത് രാഹുൽ ഗാന്ധിക്കെതിരും രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിനെതിരും കോൺഗ്രസിനുമെതിരും ആയിരുന്നില്ലേ? ജോഡോ യാത്ര എടുത്താലും അത് തന്നെ പറയും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ എടുത്താൽ, തെരഞ്ഞെടുപ്പ് പ്രചരണം എടുത്താൽ അത് തന്നെ പറയും. ഇത് മാത്രമായിരുന്നല്ലോ. എന്ന് മാത്രമല്ലല്ലോ മഞ്ജുഷ, നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതിന്റെ ഏക മുഖ്യമന്ത്രി നമ്മുടെ രാജ്യത്ത്. ആ മുഖ്യമന്ത്രി 3, 4, 5, 6, 7 ഘട്ടം തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് മാറി എവിടെ പോയി വിശ്രമിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അനാരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ആശുപത്രിയിൽ പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വിശ്രമ ജീവിതത്തിന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രി, രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഏറ്റവും അകിടോ ഉദാഹരണമായ കേരളത്തിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറി നിൽക്കുന്ന അവസ്ഥ ആരെ സഹായിക്കാനായിരുന്നു, എന്തിനായിരുന്നു എന്ന് അണികൾ പോലും തീരുമാനിച്ചൊരു ഘട്ടമാണ്. ശരിയാണ്, പ്രധാനപ്പെട്ട പോയിന്റാണ്. ഡോക്ടർ B. ജയരാജ്, നിങ്ങൾ എപ്പോഴും ഈ കോൺഗ്രസ് BJP-യെ സഹായിക്കുന്നു എന്നൊക്കെ പറയുന്നു, BJP-ക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി എന്ത് പ്രവർത്തനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് എന്ന കാര്യം തിരിച്ചു ചോദിക്കുകയാണ്. ഇനി പ്രിയങ്ക വരുമ്പോഴും നിങ്ങൾ ഈ ചോദ്യം, നേരത്തെ ഉന്നയിച്ച ചോദ്യം ഉന്നയിക്കുമല്ലോ, എന്തിനാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നത്, LDF-നെതിരെ മത്സരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ വീണ്ടും ഉന്നയിക്കാൻ പോവുകയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള മറുപടിയൊക്കെ കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾക്കെതിരായ മറുപടി ജനം നൽകിക്കഴിഞ്ഞു. ഇനി അത്തരം ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള അവസരം നിങ്ങൾക്കില്ല. പകരം 1 അല്ലെങ്കിൽ 2 ശബ്ദങ്ങൾ, കനൽ ഒരു തരി എന്ന് പറയുന്ന പോലെ 2 തരികളെങ്കിലും ഇപ്പോൾ CPM-ൽ ഉണ്ടായി. ഐസക്കും സുധാകരനും എരിഞ്ഞടങ്ങും എങ്കിൽ പോലും സുധാകരന്റെ ഒരു പ്രതികരണം കൂടി കേൾക്കാം. എങ്ങനെയാണ് BJP-യിലേക്ക് CPM-ന്റെ വോട്ടുകൾ ഒഴുകിയതെന്ന് അദ്ദേഹത്തിന്റെ ആ പ്രതികരണം കൂടി കേട്ടതിന് ശേഷം താങ്കളുടെ മറുപടി. അപ്പോൾ അവരൊക്കെ അടിത്തറ നേരത്തെ ഉണ്ട്. 5000, 10000, 25,000, 30,000 പലതരത്തിലാണ് അസംബ്ലി സീറ്റിലെ വോട്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇല്ലെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാണ് തെറ്റ്. അവർ പണ്ടും ഇവിടെയുണ്ട്. ഒരു 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 1977 ശേഷം BJP എല്ലാ അസംബ്ലി മണ്ഡലത്തിലും മത്സരിക്കുന്നുണ്ട്. 5000, 6000 കിട്ടിയ കാലമുണ്ട്, അവർക്ക് 3000 കിട്ടിയ കാലമുണ്ട്. അത് വളർന്ന് 10, 15, 20, 25, 35 ഇങ്ങനെ പലതരത്തിലായിട്ടുണ്ട്. ട്രിവാൻഡ്രത്തെല്ലാം കുറച്ച് കൂടി വന്നിട്ടുണ്ട്. അപ്പം ഉണ്ടവരവിടെ വോട്ട് കുറവായതുകൊണ്ട് BJP-യുടെ ഹിന്ദു കമ്മ്യൂണാലിസം ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയോളജിയെ വില കുറച്ച് കാണരുത്. അതിൻ്റെ കൂടെ വോട്ട് കുറേ ഐഡിയോളജി വളരെ പവർഫുള്ളാണ്. ആ ഐഡിയോളജി രാജ്യത്തെ ഡോമിനൻ്റായി നിൽക്കുന്നു. കാരണം രാജ്യത്ത് CPM കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ശക്തമാണെങ്കിൽ നമുക്ക് പിന്തുണ കുറവാണ്. അവരുടെ ഐഡിയോളജി റിട്രോഗ്രസീവാണ്, അതായത് പിന്തിരിപ്പനാണെങ്കിൽ അതിന് പിന്തുണ കൂടുന്നു. ശ്രീ ഡോക്ടർ B. ജയരാജ്, സുധാകരൻ പറയുകയാണ് ഇതൊക്കെ പറയുന്നതിനാണ് താൻ മോദി ഭക്തനാണ് എന്ന് പ്രചരിപ്പിക്കുന്നത്. സലാമിനെ പോലെയുള്ളവർ, സലാം MLA പോലെയുള്ള CPM-ന്റെ നേതാക്കൾ സുധാകരൻ മോദി ഭക്തനാണ് എന്ന രീതിയിലുള്ള പ്രചാരണമാണല്ലോ നടക്കുന്നത്. വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പാർട്ടിയിലുള്ളവരാണെങ്കിൽ പോലും മോദി ഭക്തരെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിന് കൂടി കിട്ടിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒഴുകുകയായിരുന്നു CPM-ൽ നിന്ന് വോട്ടുകൾ ആലപ്പുഴയിൽ BJP-യിലേക്ക്. അങ്ങനെയാണല്ലോ ശോഭാ സുരേന്ദ്രന്റെ 3 ലക്ഷത്തിന് തൊട്ടടുത്ത് വോട്ടുകൾ കിട്ടിയത്. ആലപ്പുഴയിലെ കാര്യമല്ലല്ലോ നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. തൃശ്ശൂരിൽ താലത്തിൽ കോൺഗ്രസ്സുകാരുണ്ടെന്ന് വെച്ചുകൊടുത്തില്ലേ, സുരേഷ് ഗോപി ജയിപ്പിച്ചില്ലേ,
അതിന്റെ ഭാഗമായിട്ട് ഐ വിൽ സ്ക്രാച്ച് യുവർ ബാക്ക് ആൻഡ് യു വിൽ സ്ക്രാച്ച് മൈ ബാക്ക് എന്നുള്ള പോളിസിയാണ് ബാക്കിയുള്ള മുസ്ലിം ലീഗും മറ്റ് സംഘടനകളുമായിട്ട് ചേർന്നിട്ട് ഈ ഒരു വിജയം, ഈ ഇത്ര വലിയൊരു വിജയം ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പാഴൂർ പഠിപ്പരെ ഒന്നും പോകേണ്ടെന്ന കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ മര്യാദയ്ക്ക് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് പോലും നടത്താൻ പറ്റാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഈ തിരുവനന്തപുരം ജില്ലയിൽ ശശി തരൂർ മത്സരിക്കുന്ന മണ്ഡലത്തിൽ 293 ബൂത്തുകൾ അവിടെ ഇരിക്കാൻ ബൂത്ത് ഏജന്റുമാർ പോലും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ അടൂർ പ്രകാശ്, താങ്കൾ ഇടപെടരുത്, ഞാൻ സംസാരിക്കുന്നു, താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ പക്ഷെ അങ്ങനെ ബൂത്തിലിരിക്കാൻ പോലും ആളില്ലാത്ത കോൺഗ്രസ് 10 മണ്ഡലങ്ങളിൽ 1 ലക്ഷം വോട്ടിന് മുകളിലാണ് ജയിച്ചത്. യൂത്ത് കോൺഗ്രസ് നോമിനേഷൻ പഴങ്കഥയായി. ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത കോൺഗ്രസ് 1 ലക്ഷത്തിലേറെ അതുപോലെ തന്നെ സ്വന്തമായിട്ട് നയിക്കാനായിട്ട് നേതാക്കന്മാരില്ലാത്ത പറഞ്ഞുകൊണ്ടിരിക്കും മഞ്ജുഷേ. ഞാൻ പറയുന്നത് ചിലപ്പോ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായിട്ടാണോ അത് പറഞ്ഞിട്ട് എല്ലാം കോൺഗ്രസിന്റെ അണികളാണെന്ന് പറഞ്ഞു കളയരുത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? കേരളത്തിൽ നിന്ന് നേതൃത്വം കൊടുക്കാൻ ഒരു നേതാവില്ലാത്തത് എന്താണ്? രാഹുൽ ഗാന്ധിയുടെ കൈയും കാലും പിടിച്ചുകൊണ്ട് വയനാട് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത്. ഇപ്പൊ വീണ്ടും അതേ പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയങ്ക ഗാന്ധി വിളിച്ചോണ്ട് വരിക. ഇവിടെ ആര് നേതൃത്വം കൊടുക്കും? കെ സുധാകരൻ നേതൃത്വം കൊടുക്കുമോ? അതോ കെ സി വേണുഗോപാൽ നേതൃത്വം കൊടുക്കുമോ? അതോ വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുമോ? ഇവരാരെങ്കിലും നേതൃത്വം കൊടുത്തു നോക്കട്ടെ, ആര് വോട്ട് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. ലീഗിന്റെ ആളുകൾക്കും മറ്റ് മുസ്ലിം സംഘടനയിൽപ്പെട്ട ആളുകൾക്കും നെഹ്റു ഗാന്ധി ഫാമിലിയോട് തീർച്ചയായിട്ടും ഒരു ആത്മബന്ധമുണ്ട്. ആ ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് BJP തീർക്കാൻ കോൺഗ്രസ് മാത്രമേ കഴിയൂ എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. ഇന്ത്യ മുന്നണി കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്ത് ഇന്ത്യ മുന്നണിയിൽ നിന്ന് ആര് പോയാലും, അതായത് കോൺഗ്രസ് പോയാലും ഇടതുപക്ഷം പോയാലും ലോക്സഭയിലേക്ക് കോൺഗ്രസ് പോട്ടെ എന്നുള്ളൊരു തീരുമാനം എടുത്തതിന്റെ ഭാഗവും കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ്. അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എല്ലാ വർഷങ്ങളിലും കൃത്യമായിട്ടുള്ള തിരുത്തലുകൾ നടപ്പിലാക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്, പരിശോധിക്കാറുണ്ട്. നോമിനേഷൻ സാഹചര്യം ഉണ്ടായാൽ പോലും ജയിക്കാൻ കഴിയുന്ന എത്രയോ ലോക്സഭാ മണ്ഡലങ്ങൾ എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാൽ പോലും ജയിക്കാൻ കഴിയുന്ന എത്രയോ ലോക്സഭാ മണ്ഡലങ്ങൾ കേരളത്തിൽ CPM-നുണ്ട്. കാസർഗോഡ് പോലെയുള്ള മണ്ഡലങ്ങളിൽ 1 ലക്ഷം വോട്ടിന് തോൽക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ ജയപരാജയങ്ങൾക്കാൾ ഉപരിയായി ഞങ്ങളുടെ ആശയപ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞങ്ങൾ പ്രധാനമായിട്ട് കാണുന്നത്. സാധാരണ ബൂർഷ പാർട്ടികളുടെ പോലെ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ ആശയപ്രചരണത്തിനുള്ള ഒരു വേദിയായിട്ടാണ് കാണുന്നത്. പിന്നെ സുധാകരൻ പറഞ്ഞ ഹിന്ദു ഫണ്ടമെന്റലിസത്തിന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. ഫണ്ടമെന്റലിസം എന്ന് പറയുന്ന സാധനം ഇഞ്ചക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വർഗീയത ഒരു വിഷയമാണ്. അത് മുസ്ലിം വർഗീയതയാണെങ്കിലും ശരി, ഹിന്ദു വർഗീയതയാണെങ്കിലും ശരി. EMS പറഞ്ഞത് കണക്കോലെ പരസ്പരം ശക്തിപ്പെടുത്തി വളർത്തുന്ന 2 വർഗീയതകളാണ്. ഒന്ന് ഹിന്ദു വർഗീയതയും അതുപോലെ തന്നെ മുസ്ലിം വർഗീയതയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ വർഗീയതയും. ഇതിനെയൊക്കെ പരിപോഷിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ജാതിപരമായിട്ട് ആളുകളെ വിഘടിപ്പിക്കാൻ വലിയ എളുപ്പമാണ്. മതപരമായിട്ട് ആ സമയം ഐഡിയോളജിക്കലി അവരെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ കുറച്ച് പാടുപെടും. അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, ആശയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. പുതിയ തലമുറയെ വോട്ട് ചേർക്കുന്നതിനകത്ത് അമാന്തം വന്നിട്ടുണ്ട്. പുതിയ തലമുറയിൽ അത്തരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരാജയങ്ങൾ അതിനെന്തൊക്കെയാണ് മാർഗങ്ങൾ പക്ഷെ അത് വന്നില്ല. ഈ മതേതര വോട്ടുകൾ എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങളിലേക്ക് വരുമെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് വന്നില്ല. മതേതരമായിട്ടല്ലല്ലോ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത്. മതേതരമായിട്ടല്ലല്ലോ. ഒരു സ്ഥലത്ത് 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് സംഘടന ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതിന്റെ പ്രധാനമന്ത്രി 2-3 പ്രാവശ്യം ഒരേ മണ്ഡലത്തിൽ തന്നെ തീർച്ചയായും വന്ന് അങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഇതുണ്ടാക്കി. രാമക്ഷേത്ര നിർമ്മാണം, ഇതിന്റെയൊക്കെ അന്വേഷണങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പറയാൻ പറ്റില്ല. ഈ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി, ക്ഷേത്രങ്ങളിൽ പോകുന്ന സ്ത്രീകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി അങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത് വഴിയൊക്കെ അവർ ചെയ്തു. അതിനൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. ആളുകൾ പറയുന്നത് ഈ മുസ്ലിം അപ്പീസ്മെന്റിനെ കുറിച്ചാണ്. മുസ്ലിം പ്രീണനം നടത്തി ഇടതുപക്ഷം, അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തോൽവി അനുഭവിക്കേണ്ടി വന്നത് എന്ന്. അതിനുവേണ്ടി രക്തസാക്ഷിയാകാനും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതിന്റെ പേരിൽ രക്തസാക്ഷിയാകാനും തയ്യാറാണ് എന്നുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ. അതിനെ അതിൻ്റെതായ അർത്ഥത്തിൽ കാണണ്ടേ? അതിനെ അനുകൂലിക്കുന്നയാളാണ് ഇന്ന് ജി സുധാകരൻ. നടേശന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായ സംഘടനയുടെ നേതാവാണ്. ആ സമുദായ സംഘടന നേതാവിന് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അത് തള്ളണമെന്നോ ഉൾക്കൊള്ളണമെന്നോ എടുക്കണോ വേണ്ടോ, അദ്ദേഹമായിട്ട് സംസാരിക്കണമെന്നോ അദ്ദേഹമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണമെന്നുള്ള തീരുമാനം പാർട്ടി എടുക്കും. അതിനുശേഷം എന്തൊക്കെയാണ് വിഷയങ്ങൾ എന്നുള്ളത് തുറന്ന് സംസാരിക്കും. സംസാരിച്ചതിന് ശേഷം നെഗോഷിയേഷൻസ് നടക്കും. അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ എല്ലാ ആളുകളുമായിട്ട് സംസാരിക്കാറുണ്ടല്ലോ.
അവരുടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അവരുടെ ഗ്രീവൻസസ് എന്തൊക്കെയാണ്, അത് എയർ ചെയ്യും. എന്നാലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറയുന്നത്, ഇപ്പോൾ സമുദായ സംഘടന ആയിക്കോട്ടെ, ജാതീയ സംഘടന ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അവരെല്ലാം കേൾക്കുക. അവരെല്ലാം കേട്ടിട്ട് അവരിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എടുക്കുകയും അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അതാണ് ചെയ്യുന്നത്. അല്ലാതെ അത് കേൾക്കുക, നേരിടുക എന്ന് പറയുന്നത് 2019 വൻ തോൽവിക്ക് ശേഷം ആ തിരുത്തൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അതിന് സാധ്യമാണ് എന്ന രീതിയിൽ തന്നെ പാർട്ടി ചിന്തിക്കുന്നുവെന്നും കരുതേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് തിരുത്തലിന് തയ്യാറാണ് എന്നുള്ള കാര്യം നേതാക്കൾ തന്നെ പറയുന്നത്. അത് കണ്ടെത്തി തിരുത്തും എന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഈ തിരുത്തലിന് പോവുകയില്ല. അല്ല, നോക്കൂ, ഇത് തിരുത്താനാണ് എങ്കിൽ, ആത്മാർത്ഥമായിട്ട് തിരുത്താനാണ് എങ്കിൽ CPM-ന് അതിന് മതിയായ സമയം അവരുടെ മുന്നിലുണ്ട്. കാരണം ഇനി അടുത്ത ഒരു മേജർ ഇലക്ഷൻ നമ്മൾ കാണാൻ പോകുന്നത്, ഈ ബൈ ഇലക്ഷൻസ് ഒക്കെ നടക്കുന്നതല്ലാതെ മേജർ ഇലക്ഷൻ കാണാൻ പോകുന്നത് ലോക്കൽ ബോഡി ഇലക്ഷനാണ്. അത് കഴിഞ്ഞാൽ 2026 നിയമസഭയിലേക്കുള്ള പുതിയ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് CPM-ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു അടിയിൽ നിന്ന് അവർ മോചിതരാകുന്നതിന് വേണ്ടിയിട്ടോ അവർ ഈ പറയുന്ന വിമർശനങ്ങളെല്ലാം തന്നെ ആത്മാർത്ഥമായിട്ടാണ് ഉൾക്കൊള്ളുന്നത് എങ്കിൽ അതിൽ വേണ്ടുന്ന കറക്ഷൻസ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടോ മതിയായിട്ടുള്ള സമയമുണ്ട്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അടിവേരുകളുള്ള ഒരു പ്രസ്ഥാനമാണ്. താഴെ തട്ടിൽ തന്നെ ആൾക്കാരെ റീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ വീടുകളിലേക്കൊക്കെ എത്തി സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ, അത് പ്രത്യേകിച്ച് പാർട്ടി അനുഭാവികളാവണമെന്ന് പോലുമില്ല, മറ്റുള്ള ആൾക്കാരെ എല്ലാം കണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആശയപരമായിട്ടുള്ള ഭിന്നതയുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനൊക്കെ മതിയായ സമയമുണ്ട്. ആ സമയം തന്നെ ഈ ഒരു പാർട്ടി സംവിധാനം വെച്ചിട്ട് വളരെ കൃത്യമായിട്ട് അവർക്കത് ഉപയോഗിക്കാനും സാധിക്കും. ഒരുപക്ഷെ മുമ്പ് 2019 വലിയ പരാജയം ഉണ്ടായതിനു ശേഷം അതിലൊരു വിഷയമെന്ന് പറയുന്നത് ശബരിമലയായിരുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് അവർ പല തിരുത്തലുകൾക്കും തയ്യാറാവുകയുമുണ്ടായി. അതിൻ്റെതായിട്ടുള്ള ഒരു ഫലം അവർക്ക് 2021 കിട്ടുകയും ചെയ്തു. അപ്പോൾ അത് പഠിച്ചിട്ട് അതിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് അതിൻ്റെ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടാണ് അവർ ശ്രമിക്കുന്നത് എങ്കിൽ അത് ശരിയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ഉയരുന്ന വിമർശനങ്ങളെല്ലാം തന്നെ അവർ ഏതെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പാർട്ടി ഫോറങ്ങളിൽ അവരതിനെ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാകുമോ എന്നുള്ളത് പ്രശ്നമാണ്. കാരണം ഇപ്പോൾ വീടുകളിൽ ചെന്നിട്ട് ആൾക്കാരോട് സമസ്താപരാധം പറയുന്നതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ പാർട്ടി അവരുടെ ഒരു നയമായിട്ട് ഇതിനെ അംഗീകരിക്കാനോ ഒരു തിരുത്തൽ രേഖ കൊണ്ടുവരുന്നതിനോ ഒക്കെ തന്നെ അവർ തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്താണ്? മുസ്ലിം അപ്പീസ്മെന്റ് ആണ്. BJP-ക്കെതിരെ ഭൂരിപക്ഷ വർഗീയത എന്ന തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് CPM-ന്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഉദാഹരണത്തിന് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് രാജ്യമൊട്ടാകെ ഒന്നിച്ച് നടപ്പാക്കുകയാണ്. അതിന് സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള റോളുമില്ല. പക്ഷെ ഇപ്പോഴും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആവർത്തിക്കുന്നത് അത് കേരളത്തിൽ നടപ്പാക്കില്ല എന്നാണ്. അതിനുള്ള യാതൊരു വിധത്തിലുള്ള റൈറ്റും അദ്ദേഹത്തിനില്ല, അതിനെ തടയാനുള്ള എന്തെങ്കിലും ഒരു സ്കോപ്പുമില്ല. എങ്കിൽ പോലും ഇവിടെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ കണ്ടു പ്രമേയങ്ങൾ പാസ്സാക്കുന്നു, നിരവധി സമ്മേളനങ്ങൾ ഉണ്ടാക്കി. ആ സമ്മേളനങ്ങൾ പോലും മതസ്വഭാവത്തിലേക്ക് പോയി എന്ന രീതിയിലുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ കേൾക്കുന്നത്. അല്ലാതെ അത് മതേതരമായിട്ടുള്ള ഒരു വിഷയമോ ന്യൂനപക്ഷ സംരക്ഷണമോ എന്നതിനപ്പുറത്തേക്ക് അതൊക്കെ തന്നെ മതസമ്മേളനങ്ങളുടെ സ്വഭാവം അത്തരത്തിലുള്ള പല മീറ്റിങ്ങുകൾക്കും വന്നു എന്ന രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനം പോലും ഇന്ന് ആ പാർട്ടി നേരിടുകയാണ്. അതേപോലെ തന്നെ ലോകത്ത് ഈ ഒരു സമയത്ത് പല സ്ഥലങ്ങളിൽ പല തരത്തിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. വംശീയമായിട്ടുള്ള സംഘർഷങ്ങൾ തന്നെ നടക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹമാസുമായി ബന്ധപ്പെട്ട് പലസ്തീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം മാത്രമാണ് അവർ പ്രൊജക്ട് ചെയ്യുന്നത്. അതിപ്പോൾ ലോക കേരള സഭ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത് കാണുന്നുണ്ട്. അതേസമയം യുക്രൈനിൽ പ്രശ്നമുണ്ട്. ഇതിനേക്കാൾ മുമ്പേ തുടങ്ങിയ പ്രശ്നമാണ്, എത്രയോ അത് മാത്രം എടുക്കാം, ആ ഒരു സമീപനം മാത്രം എടുക്കാം. അതിൽ എന്ത് തിരുത്തൽ പാർട്ടി എടുക്കുവാനാണ്? അത് പ്രഖ്യാപിത നിലപാടാണ്. അതിൽ നിന്ന് എങ്ങനെ പാർട്ടിക്ക് പിന്നോട്ട് പോകാൻ കഴിയും? ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ വരികയാണല്ലോ. പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇത് ചർച്ചാ വിഷയമാകും. എങ്ങനെ നിലപാട് മാറ്റാൻ കഴിയും? അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് ഈ തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള ന്യൂനപക്ഷ സംരക്ഷണം എന്ന രീതിയിൽ ന്യൂനപക്ഷ പ്രീണനത്തിലേക്ക് തന്നെ വഴിതെറ്റി മാറുന്ന രീതിയിലുള്ള നയങ്ങൾ രാഷ്ട്രീയമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അവരാണ് ഇവരുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ത് രീതിയിലുള്ള നയവ്യതിയാനമാണ് അവർ എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാനും ആലോചിക്കുന്നത്. അത് അവർക്ക് ഇലക്ഷനിൽ ഈ 2024 നടന്നിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഗുണമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആ ന്യൂനപക്ഷ കൺസോളിഡേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് BJP വിരുദ്ധമായി മാറുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും BJP-യോട് എതിർത്ത് നിൽക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്ന രീതിയിൽ അത് കോൺഗ്രസിനാണ് പോവുക. അത് CPM ഇപ്പോഴും തിരിച്ചറിയുന്നില്ല. പക്ഷേ CPM കാണുന്ന ഒരു സിംഗിൾ ഷോട്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ 2026 നിയമസഭയിൽ ഇതെല്ലാം തന്നെ തങ്ങൾക്ക് അനുകൂലമായിട്ട് വരാം
എന്ന രീതിയിലുള്ള ഒരു ചിന്തയാണ് അവർക്കുള്ളത് എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് CPM-ന് നല്ലത്. ഇപ്പോൾ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിൽ ഇപ്പോഴത്തെ നിലപാടിൽ നിന്ന് എന്ത് മാറ്റം വരുത്തിക്കൊണ്ട് LDF മത്സരിക്കാനാണ്? വയനാട് ഒരു വാക്ക് ഓവർ എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയല്ലേ ഉള്ളൂ? തീർച്ചയായിട്ടും. അപ്പൊ അവിടെയാണ് ഇതിന്റെ ഒരു ആശയപരമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ്. അല്പം മുമ്പ് ശ്രീ ജയരാജ് ഇവിടെ പറഞ്ഞത് തന്നെ ആശയ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് CPM ശ്രമിക്കുന്നത് എന്നാണ്. അതില്ല എന്നുള്ളതാണ് എന്റെ പോയിന്റ്. അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയിൽ നമ്മളിപ്പോൾ പറയുന്ന ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയിൽ എത്രത്തോളം ആശയപ്രചരണത്തിന് വേണ്ടിയിട്ട് ഇടതുപക്ഷം ശ്രമിക്കുന്നു എന്നുള്ളത് ചിന്തിച്ച് നോക്കണമല്ലോ. അങ്ങനെ നമ്മൾ കാണുന്നില്ല. CPM-ന്റെ വളരെ കോറായിട്ടുള്ള വളരെ വലിയ രീതിയിലുള്ള ഹ്യൂജ് ബേസസും ബാസ്റ്റിയൻസും ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അവർ താഴേക്ക് പോവുകയാണ്. അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അവർക്ക് അധികാര തുടർച്ച കിട്ടിയിരിക്കുന്ന കേരളം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും മറ്റൊരു സ്ഥലത്ത് പോയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രചരണം നടത്തുന്നില്ല. എന്ന് വെച്ചാൽ ആശയ പ്രചരണം എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് കേരളത്തിൽ എങ്ങനെയെങ്കിലും അധികാരം നിലനിർത്തുക, അതിന് കൃത്യമായിട്ടുള്ള വോട്ട് ബാങ്കുകളെ ഉണ്ടാക്കുക, അവർക്ക് താല്പര്യമുണ്ടാകുന്ന വിഷയങ്ങൾ, അത് ഈ പറയുന്നത് പോലെ ജാതീയമായിട്ടാണെങ്കിലും മതമായിട്ടാണെങ്കിലും ഒക്കെ തന്നെ ആൾക്കാർ വ്യത്യസ്തമായ രീതികളിലേക്ക് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വോട്ട് ബാങ്കിനെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുക എന്ന രീതിയിലേക്ക് ഇവരുടെ ആശയപ്രചരണം കുറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ശ്രീ G. സുധാകരനെ പോലെയുള്ള ആൾക്കാർ പോലും ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായം എന്ന് പറയുന്നതിനെ കൃത്യമായ പരിഗണനയോടുകൂടി ചർച്ച ചെയ്യണമെന്ന് പറയുന്നത്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന വിമർശനം ഒരു ചെറിയ വിമർശനമല്ല ശ്രീ മഞ്ജുഷ്. ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്നത് എപ്പോഴാണോ ന്യൂനപക്ഷ പ്രീണനമായി പോകുന്നത് എന്ന് വെച്ചാൽ അതൊരു വളരെ തിൻ ലൈനാണ്. ആ ലൈൻ CPM കടന്നു എന്ന രീതിയിലേക്കുള്ള വിമർശനം മറ്റുള്ള ഇതര സമുദായ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഏത് സമുദായമാണ്? ഈ സമുദായം എന്ന് പറയുന്നത് കൺവെൻഷനലി CPM-ന് വോട്ട് ചെയ്യുന്ന ഒരു സമുദായമാണ്. ആ സമുദായം ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായിട്ട് CPM-നെ നിലനിർത്തുന്ന, CPM-ന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള തൊഴിലാളി വർഗ വോട്ട് ലഭിക്കുന്ന ഒരു സമുദായമാണ്. ആ സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് പറയുന്നത്, ഇല്ല നിങ്ങൾ അതിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു, ഇത് പറഞ്ഞതിന്റെ പേരിൽ രക്തസാക്ഷിയാകാൻ ഞാൻ തയ്യാറാണ് എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ഈ രീതിയിലുള്ള പ്രീണനം നടത്തിക്കൊണ്ട് വരുമ്പോൾ അവരുടെ കൺവെൻഷനലായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് ചോർന്നു പോകുന്ന രീതിയിലേക്കുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് CPM പോകുന്നത്. ഇവിടെ ഇവരെന്ത് ചെയ്യും? അതാണ് ഞാൻ നോക്കുന്നത്. ശരിയാണ്, അത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അവിടെ CPM എന്ത് ചെയ്യുമെന്നാണ്. പക്ഷെ അതിന്റെ ഗുണഭോക്താവായിട്ട് കോൺഗ്രസും UDF-ഉം വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ ഇനി വയനാട്ടിലെ ബൈ ഇലക്ഷൻ വരുന്നു, പാലക്കാട് ബൈ ഇലക്ഷൻ വരുന്നു, ആലത്തൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴും ഈ ഒരു സ്ഥിതിവിശേഷം തുടരുകയാണ്. ശ്രീ A. ഷുക്കൂർ, നിങ്ങളപ്പോൾ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണല്ലോ. ഈ വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണത്തിൽ നിങ്ങളും ഉൾപ്പെടുകയാണ്. LDF-ഉം UDF-ഉം ഒരേ സമയം ഈ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന ആരോപണമാണ് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചത്. അവിടെ ഈ ഈഴവ സമുദായം അവർ വിഷമത്തിലാണ്, അത് ആ വോട്ടുകൾ BJP-യിലേക്ക് പോകുന്നുവെന്ന്. അതിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നാണോ? അത് CPM-ന്റെ വോട്ടുകളാണ്, അത് BJP-യിലേക്ക് പൊക്കോട്ടെ, ഞങ്ങൾക്കത് കുഴപ്പമുണ്ടാക്കുന്നില്ല. ഒരിക്കലും അല്ല. BJP വർഗീയ ഫാസിസം തുടരുന്നിടത്തോളം കാലം തന്നെ അതിനെ ശക്തി കുറയ്ക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമുക്ക് ആരായേണ്ടതുണ്ട്. അതിൽ കോൺഗ്രസ് ആ കാര്യത്തിൽ ഗൗരവമുള്ള പാർട്ടിയാണ്. കാരണം ആ വർഗീയ ഫാസിസം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും മതേതരത്വത്തെയും തകർക്കും. അത് വളരെ ഭീഭത്സമായി വരും. അത് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യം അത് നിലനിർത്താനാകുന്ന തരത്തിലേക്ക് നമുക്ക് ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോകണം. ആ ചിന്തയിലാണ് ഞങ്ങളുടെ പ്രവർത്തനം. ഞങ്ങളൊരു മതേതര പാർട്ടി എന്ന നിലയിൽ മതന്യൂനപക്ഷങ്ങളുടെ കാര്യമായാലും പിന്നോക്ക സമൂഹങ്ങളുടെയും അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിന്റെ കാര്യങ്ങളായാലും അതിൽ ഊന്നൽ കൊടുക്കാൻ ഞങ്ങളുടെ പ്രഖ്യാപിതമായ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് എന്തായിരുന്നു? ഞങ്ങൾക്ക് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടികളിലേക്ക് പോകും ഗവൺമെന്റ്. ഞങ്ങളുടെ ഗവൺമെന്റ് ഉണ്ടായാൽ ഞങ്ങൾ പ്രഖ്യാപിതമായും അത് തന്നെയായിരുന്നു. കേരളത്തിൽ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്കെതിരായി മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും അല്ലാത്തപ്പോഴും അതിനു മുമ്പും എടുത്തിട്ടുള്ള നിലപാടുകൾ ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് യോജിച്ചതായിരുന്നോ എന്ന ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമായിരുന്നു. അതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കോ കഴിഞ്ഞില്ല. അപ്പോൾ താഴെ അണികളായി നിൽക്കുന്ന CPM പ്രവർത്തകർ അവരുടെ വികാരം ആളിക്കത്തിയിട്ടുണ്ട്.
കാരണം ഇതെന്തിനു വേണ്ടിയായിരുന്നു? അഴിമതി പുറത്തു വരാതിരിക്കാൻ, ഞങ്ങളുടെ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള കൊള്ളരുതായ്മകൾ, ജനദ്രോഹം, ജനവിരുദ്ധം, ഒപ്പം സ്ഥാപിതമായ താല്പര്യങ്ങൾ സംരക്ഷിച്ചതിന്റെ ഭാഗമായുള്ള സത്യാവസ്ഥ പുറത്തു വരാതിരിക്കാൻ നരേന്ദ്രമോദി പിണറായി ഒരു ബന്ധം ഉണ്ട് എന്നുള്ളത് വ്യക്തമായ തെരഞ്ഞെടുപ്പാണ്. അതിന്റെ പ്രതിഫലനം അതുണ്ടായിട്ടുണ്ട്. ഒപ്പം മറ്റു രൂപത്തിലേക്ക് ഇത് ചെന്നെത്തുകയും ചെയ്തു. ഇവിടെ ജയരാജ് പറയുന്നത് കേട്ടപ്പോ 1977 തെരഞ്ഞെടുപ്പിന് ശേഷം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എന്തോ വലിയ ക്ഷീണം വന്നുമില്ല. കേരളത്തിൽ ക്ഷീണം വന്നില്ല ജയരാജ്. 77 ഏറ്റവും 20 പാർലമെന്റ് സീറ്റും ആലപ്പുഴ ജില്ലയിലൊക്കെ 14 അസംബ്ലി സീറ്റും ഒന്നുപോലും CPM കൊടുത്തില്ല. അവരുടെ കോട്ടകൊത്തളങ്ങൾ അറിയാമല്ലോ. പിന്നെ 77 മുതൽ ഉണ്ടായിട്ടുള്ള ഒരു ബന്ധം കോൺഗ്രസ് ഇല്ലാതാക്കാൻ, കോൺഗ്രസിനെതിരായുള്ള ഒരു മുന്നേറ്റം കോൺഗ്രസിനെതിരായി CPM ഉണ്ടാക്കാൻ അവർ കൂട്ടുപിടിച്ചത് ആരെയൊക്കെയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏത് ബന്ധത്തിലായിരുന്നു അവർ മത്സരിച്ചിരുന്നത്, പിണറായി ഉൾപ്പെടെ, എന്നുള്ളത് ചരിത്രം പറയുന്നതല്ലേ. ഇതൊക്കെ ഒളിച്ചു വെക്കാനാകുമോ? പക്ഷെ വയനാടിനെ പറ്റിച്ചു എന്ന ചോദ്യത്തിന് ഇനി ഉത്തരം പറയേണ്ടി വരും. ഷുക്കു, വയനാടിനെ പറ്റിച്ചു എന്ന ചോദ്യത്തിന് ഇനി ഉത്തരം പറയേണ്ടി വരും അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ. അല്ല, വയനാടിന് അങ്ങനെ പറയാതെ മഞ്ജുഷേ, ദേശീയ നേതാക്കന്മാർ എത്രയോ സ്ഥലങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിച്ചിട്ടുണ്ട്. എത്രയോ. അത് അനിവാര്യമായ ഒന്നാണ്. ഇപ്പോൾ ഞങ്ങൾക്കിത് അനിവാര്യമാണ്. UPയിലെ രാഷ്ട്രീയ പ്രവർത്തനം അതിശക്തമാക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്. കേരളത്തിലും ഇന്നുള്ള ശക്തി നിലനിർത്തേണ്ടതും ആവശ്യമാണ്. ഞങ്ങൾക്കൊക്കെ ബൂത്തിലിരിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണല്ലോ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും കൊല്ലത്തും മാവേലിക്കരയിലും ആലപ്പുഴയിലും ഇടുക്കിയിലും കണ്ണൂരിലും മട്ടന്നൂർ അടക്കം കൂത്തുപറമ്പടക്കം ധർമ്മടമടക്കം ഞാൻ എണ്ണി പറയാം ഞങ്ങൾക്ക് ബൂത്തിലിരിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണല്ലോ. പക്ഷേ യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും പുറത്തു വരാൻ മുഖ്യമന്ത്രിയുടെ കൂട്ടരും CPMൽ സമ്മതിക്കുന്നില്ല. അതിനെതിരായി നിലപാടെടുത്തിട്ടുള്ള ആളുകൾ അത് തിരുത്താൻ തയ്യാറാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനിപ്പോൾ നേതൃത്വം കൊടുക്കാൻ സുധാകരനും എത്തി, തോമസ് ഐസക് എത്തി, പിന്നാലെ ഇപ്പോൾ CPIയില് K ഇസ്മായിലും വന്നിട്ടുണ്ട്. പാർട്ടിക്കകത്ത് തന്നെ പല രൂപത്തിലുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, സുധാകരന് ഒരു അച്ചടക്ക നടപടി സ്വീകരിച്ചപ്പോൾ അമ്പലപ്പുഴ നിയോജകമണ്ഡലമായിരുന്നു അദ്ദേഹത്തിന്റെ കേന്ദ്രം. പക്ഷേ അച്ചടക്ക നടപടിയുടെ ഭാഗമായി ആലപ്പുഴ നിയോജകമണ്ഡലത്തിൽ ഒരു ബ്രാഞ്ചിലേക്കാണ് മാറ്റിയത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് വ്യക്തിപരമായ സ്നേഹമൊക്കെ ഉണ്ട്. രാഷ്ട്രീയമായി ഞങ്ങൾ സുധാകരന്റെ നിലപാടുകളെയും നടപടികളെയും എതിർത്തിട്ടുള്ളവരാണ്. ഇനിയും എതിർക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ എതിർക്കുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. അപ്പോൾ ഇതാണ് വസ്തുത. തിരുത്തലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതെല്ലാം ഇവിടെ പാച്ചപ്പ് ചെയ്യും. ഒന്നുമില്ല, ആശയപ്രചരണം എന്ന് പറഞ്ഞ് ജയരാജൻ പറഞ്ഞതുപോലെ ഒന്ന് വ്യതിചലിച്ച് മറ്റൊരു രൂപത്തിലേക്ക് പോകും. ഇവിടെ ഒരു തിരുത്തലും ഉണ്ടാകില്ല. ഈ ഭരണത്തിലുള്ള അഴിമതി ഇങ്ങനെ തുടരും. അതിന്റെ ഭാഗമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്താവോ അതെല്ലാം നടത്തും. നമുക്കറിയാമല്ലോ, 2 രൂപ പെട്രോളിനും ഡീസലിനും സെസ് വാങ്ങി എല്ലാ മാസവും സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ് കോടികൾ ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നു. സാമൂഹ്യക്ഷേമ പെൻഷൻ 7ാം മാസത്തിലെ കുടിശ്ശികയിലേക്ക് പോവുകയാണ്. തൊഴിലാളി ക്ഷേമനിധിയിലെ കുടിശ്ശിക പെൻഷൻ 1 വർഷത്തിലധികമായി പോവുകയാണ്. ഇവിടെ സാമ്പത്തികമായ എന്താ ശരിയാണ്, കർണാടകത്തിൽ ഇപ്പോൾ കൂട്ടി. അത് മാത്രമല്ല ശ്രീ ജയരാജ, അവ കൂട്ടുമല്ലോ. ടാക്സ് ആണ് കൂട്ടിയത്. ഉമ്മൻചാണ്ടി ഇവിടെ കുറച്ചിട്ടുണ്ട്, കർണാടകയിൽ കൂട്ടി. കാരണം വേറെ ഒരുപാട് സാമൂഹ്യക്ഷേമ പദ്ധതികൾ പണം വേണം. വനിതകൾക്ക്, സ്ത്രീകൾക്ക് യാത്രാ സൗജന്യമല്ലേ, അവിടെ മറ്റു ക്ഷേമ പദ്ധതികളില്ലേ? ഇവിടെ കുറച്ചില്ലേ ഉമ്മൻചാണ്ടി? ജയരാജ, ഇവിടെ കുറച്ചില്ലേ? നിങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ നിങ്ങളും സെസ് വാങ്ങിയില്ലേ?
ശരി, ഇത് ഡോക്ടർ ബി ജയരാജ്, വാങ്ങിയിട്ടില്ല ഇത് ആദ്യം. സാമ്പത്തിക അടിയന്തരാവസ്ഥ ഞങ്ങള് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ നിങ്ങൾക്ക് പദ്ധതി- പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. ആ, സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്നുള്ള നിങ്ങളുടെ ആ ഒരു ന്യായീകരണമുണ്ടല്ലോ, അത് ജനങ്ങൾ അത് തള്ളിക്കളഞ്ഞ വാസ്തവല്ലേ കാര്യമാണ്. നഞ്ചുഷേ? അത് ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. ജനങ്ങൾ തള്ളിക്കളയേണ്ട, അതല്ലേ റിയാലിറ്റി. അതിനകത്ത് തള്ളിക്കളയേണ്ടുന്ന കാര്യം എന്താണ്? അത് വാസ്തവല്ലേ സംഭവം? ഒരു സംസ്ഥാനത്തിന് ഇത്രയധികം ശ്വാസം മുട്ടിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? അതിന്റെ അനുരണനങ്ങൾ കേന്ദ്രം എന്ന് പറഞ്ഞാൽ പോലും ഭരിക്കുന്നവരെ കുറ്റം പറയില്ലേ? സ്വാഭാവികമല്ലേ അത്? അതിനിയും ആവർത്തിച്ചു കഴിഞ്ഞാൽ പഴയ നറേറ്റീവ് അല്ലല്ലോ, വാസ്തവല്ലേ അത്? അത് വാസ്തവല്ലേ? അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അല്ല മഞ്ജുഷ, പഴയ ഫലത്തിന്റെ അല്ലത് വാസ്തവത്തിന് വാസ്തവമായിട്ട് തന്നെ അംഗീകരിക്കണം. അതിനെ അല്ല അങ്ങനെ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇല്ലായിരുന്നു. കൃത്യമായിട്ട് എല്ലാ കേന്ദ്ര ഫണ്ടുകളും കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. കേരളത്തിനൊന്നും കൊടുക്കാനില്ലായിരുന്നു. ഇവിടുന്ന് തരുന്ന പൈസക്കൊന്നും പിടിച്ചു പറിക്കലില്ലായിരുന്നു. ഓരോന്നോരോന്ന് വെട്ടിക്കുറച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം ആർഭാടവും മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ വീടും ഒക്കെ അതിനുവേണ്ടി എന്തൊന്ന് ദൂർത്തെന്നൊക്കെ പറയുന്നത്? എന്ത് ആർഭാടം എന്നാ പറയുന്നത്? നിങ്ങൾ എന്തോന്നാ ദൂർത്ത് ആർഭാടം എന്നൊക്കെ പറയുന്നത്? നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ. വെറുതെ ദൂർത്തെന്നും ദാർഢ്യമൊന്നും കുറെ നാളുകളായിട്ട് കേൾക്കുന്നുണ്ട് കാര്യങ്ങൾ. രണ്ടാം നിലയിൽ ലിഫ്റ്റ്, കമ്പ്യൂട്ടർ എന്താ നമ്മുടെ ക്ലിഫ് ഹൗസിലേക്ക് രണ്ടാം നിലയിൽ കയറാൻ ലിഫ്റ്റ്, ബസ്സിൽ കയറാൻ ലിഫ്റ്റ്, കോടികൾ പോയില്ലേ? ചൂടുവെള്ളം ഇതുള്ളതാ, സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതാണ് കെ കരുണാകരന്റെ കാലത്ത്. അതിനെ കുറിച്ചൊന്നും പറയണ്ട. ക്ലിഫ് ഹൗസിനെ പഴയ ബിൽഡിങ്ങുകളൊക്കെ റിനോവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതെല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുന്ന ക്ലിഫ് ഹൗസിലൊക്കെ കയറിയിട്ടുള്ളവർക്ക് അറിയാം. എത്ര വർഷങ്ങളായിട്ടുള്ള സാധനമാണ്. അവിടെയാണ് കരുണാകരൻ നീന്തൽക്കുളം ഒഴിച്ചതും അതിനകത്ത് ചൂടുവെള്ളത്തിന് വേണ്ടി മോട്ടോർ വെച്ചതും. അന്ന് ഞങ്ങൾ സമരം ചെയ്തതാ, SFIക്കാർ അന്ന് സമരം ചെയ്തതാണ്. ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ എങ്ങനെയാ? അതെ, അതിനാണോ കോടി മുടക്കിയത്? ഇപ്പോ അതിനാണോ കോടി മുടക്കിയത്? അന്നത്തെ മുഖ്യമന്ത്രി നയനാർ പറഞ്ഞത് നായ്ക്കുട്ടികൾ കുളിക്കുമെന്നാണ്. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി ഡോക്ടർ ബി ജയരാജ്, ശ്രീ ശ്രീ പണിക്കർ, ശ്രീ A ഷുക്കൂർ. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: വിമർശനവുമായി ഐസക്കും സുധാകരനും ഉന്നം മുഖ്യമന്ത്രിയോ? അതേന്ന് 92% പ്രേക്ഷകർ, അല്ലെന്ന് 6%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. പുകഴ്ത്തിയയാളാണ് സുധാകരനെന്നും